സെക്കൻഡ് ഇയർ കെമിസ്ട്രിയിലെ അമൈൻസ് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻ സീരീസിലാണ് നമ്മളുള്ളത്. ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നൈട്രോബെൻസീനെ എങ്ങനെ അനിലീനാക്കി മാറ്റാം എന്നുള്ളതാണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഓക്സിജനെ മാറ്റിയിട്ട് ഇവിടെ ഹൈഡ്രജൻ കൊണ്ടുവരണം. റിമൂവൽ ഓഫ് ഓക്സിജൻ ആൻഡ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഈസ് കൺസിഡേർഡ് ആസ് റിഡക്ഷൻ. അതുകൊണ്ട് നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് യൂസ് ചെയ്യണം. അപ്പം നൈട്രോബെൻസീൻ ഞാൻ എടുത്തു. ഏതെങ്കിലും ഒരു റെഡ്യൂസിങ് ഏജന്റ് എടുക്കുക. ഒന്നുകിൽ മെറ്റൽ ഇൻ പ്രസൻസ് ഓഫ് ആസിഡ്, അത് ടിൻ ഇൻ പ്രസൻസ് ഓഫ് HCl എടുക്കാം, അല്ലെങ്കിൽ അയൺ ഇൻ പ്രസൻസ് ഓഫ് HCl എടുക്കാം, സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് HCl എടുക്കാം, ഏതും എടുക്കാം. അല്ലെങ്കിൽ കാറ്റലിറ്റിക് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള പലേഡിയം ബാർ ഹൈഡ്രജൻ, നിക്കൽ ബാർ ഹൈഡ്രജൻ, പ്ലാറ്റിനം ബാർ ഹൈഡ്രജൻ ഏതെടുത്താലും മതി. ഇതിൽ ആരെടുത്തു കഴിഞ്ഞാലും ഇറ്റ് ഡയറക്ട്ലി കൺവേർട്ടഡ് ടു അനിലിൻ. ഈ ഓക്സിജനെ മാറ്റിയിട്ട് ഇവിടെ ഹൈഡ്രജൻ വരും. ക്ലിയർ? എന്നാൽ നിങ്ങൾ എടുക്കാൻ പാടില്ലാത്ത ഒരു റിയേജന്റ് ഉണ്ട്. അത് ഏറ്റവും ബെസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് ആണ്. അത് എടുത്തു കഴിഞ്ഞാൽ ഡയറക്ട്ലി കൺവേർട്ടഡ് ടു അസോബെൻസീൻ. പക്ഷേ ഈ പ്രശ്നം ആൽക്കനമൈൻസിന് വരൂല. അരൈൽ അമൈൻസിന്റെ കേസിൽ മാത്രമേ ഈ പ്രോബ്ലം വരുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആൽക്കൈൽ അമൈൻ ആണ് വരുന്നതെങ്കിൽ, ഇവിടെ ബെൻസീന് പകരം ഒരു CH3 ഗ്രൂപ്പ് ആണ് വരുന്നതെങ്കിൽ, CH3NO2 ആണെങ്കിൽ വി ക്യാൻ യൂസ് ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ്. ക്ലിയർ? ദെൻ അനിലിനെ സാധാരണ ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് ചോദിക്കാറുണ്ട്. ബ്രോമിൻ വാട്ടർ ക്യാൻ ആക്ട് ആസ് എ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ്. അനിലിൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ സമയത്ത് ഓർത്തോപാര ഡിറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ബ്രോമിൻ വാട്ടർ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ട് തന്നെ അത് മാക്സിമം സൈറ്റുകളിലേക്ക് ബ്രോമിനേഷൻ നടക്കും. അപ്പോൾ 2, 4, 6 ട്രൈ ബ്രോമോ അനിലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലേക്ക് അത് ലീഡ് ചെയ്യും. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഞാൻ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് എഴുതി സംസാരിക്കുന്നില്ല. സമയം കാര്യങ്ങൾ വളരെ ഈസി ആക്കാനും സമയം കുറക്കാനും വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഐസോസയനൈഡ് ടെസ്റ്റ് ഫോർ പ്രൈമറി അമൈൻ. പ്രൈമറി അമൈൻ്റെ ഐസോസയനൈഡ് ടെസ്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നോക്കണേ, പ്രൈമറി അമൈൻ ക്ലോറോഫോം ഇൻ പ്രസൻസ് ഓഫ് ബേസ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫൗൾ സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് കിട്ടും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കാർബിലമൈൻ. ഈ ടെസ്റ്റിനെയാണ് നമ്മൾ കാർബിലമൈൻ ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഞാനിപ്പോൾ ഒരു പ്രൈമറി അമൈൻ എടുത്തു. അമോണിയയിലെ വൺ ഓഫ് ദ ഹൈഡ്രജനെ മാത്രം റീപ്ലേസ് ചെയ്ത് ആൽക്കൈൽ ഓർ അരൈൽ ഗ്രൂപ്പ് വരുന്നതാണ് പ്രൈമറി അമൈൻ. CH3NH2 ക്ലോറോഫോം ഇൻ പ്രസൻസ് ഓഫ് ബേസ് വെച്ച് ട്രീറ്റ് ചെയ്തപ്പോൾ CH3NC എന്ന് പറഞ്ഞ ഐസോസയനൈഡ്, ഒരു ഫൗൾ സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഈ റിയാക്ഷനെയാണ് നമ്മൾ കാർബിലമൈൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് പ്രൈമറി അമൈൻ്റെ ഐസോസയനൈഡ് ടെസ്റ്റ് ആണ്. കാരണം പ്രൈമറി അമൈൻ അല്ലാത്ത ഒരു അമൈൻ ഈ ടെസ്റ്റ് ആൻസർ ചെയ്യൂല. ദാറ്റ് മീൻസ് ഐസോസയനൈഡ് പ്രൊഡ്യൂസ് ചെയ്യില്ല എന്നർത്ഥം. ദെൻ ഡിസ്റ്റിങ്വിഷിംഗ് ടെസ്റ്റ് ഫോർ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി അമൈൻ. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അമൈനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്നാണ് വിളിക്കാറുള്ളത്. ഹിൻസ്ബർഗ് ടെസ്റ്റ്. അതിന് യൂസ് ചെയ്യുന്ന റിയേജന്റ് ഹിൻസ്ബർഗ് റിയേജന്റ് ആണ്. അത് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് C6H5SO2Cl. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 3 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ആ 3 ടെസ്റ്റ് ട്യൂബിലേക്ക് പ്രൈമറി അമൈനും സെക്കൻഡറി അമൈനും ടെറിഷറി അമൈനും ആഡ് ചെയ്യുക. പ്രൈമറി അമൈൻ്റെ പ്രത്യേകത 2 ഹൈഡ്രജൻ നൈട്രജൻ്റെ കൂടെ ഉണ്ടാവും. നൈട്രജൻ്റെ കൂടെ ഒരു ഹൈഡ്രജനെ സെക്കൻഡറി അമൈനിൽ ഉണ്ടാവുള്ളൂ. ഈ നൈട്രജൻ്റെ കൂടെ ഒറ്റ ഹൈഡ്രജനും അസിഡിക് ഹൈഡ്രജനും ഉണ്ടാവില്ല എന്നുള്ളതാണ് ടെറിഷറി അമൈൻ്റെ പ്രത്യേകത. ഞാനിത് 3 ടെസ്റ്റ് ട്യൂബുകളിൽ എടുത്തു. എന്നിട്ട് 3ലേക്കും ഞാൻ എന്ത് ഒഴിച്ചു എന്നറിയോ? ഹിൻസ്ബർഗ് റിയേജന്റ് ഒഴിച്ചു. ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് ഒഴിച്ചു 3ലേക്കും. അപ്പോൾ ഒന്നിൽ പ്രൈമറി ഉണ്ട്, ഒന്നിൽ സെക്കൻഡറി ഉണ്ട്, ഒന്നിൽ ടെറിഷറി ഉണ്ട്. അതിലേക്ക് ഹിൻസ്ബർഗ് റിയേജന്റ് ഒഴിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഹിൻസ്ബർഗ് റിയേജന്റ് ഒഴിക്കുമ്പോൾ 2 എണ്ണം റിയാക്ട് ചെയ്യും, 1 റിയാക്ട് ചെയ്യാതെ കിടക്കും. 2 ടെസ്റ്റ് ട്യൂബിൽ റിയാക്ട് ചെയ്യും, 1 റിയാക്ട് ചെയ്യാതെ കിടക്കും. നോക്കേ, ഇവിടെ ഒരു HCl റിമൂവ് ചെയ്യും. പ്രൈമറി അമൈനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഹിൻസ്ബർഗ് റിയേജന്റ് കമ്പൈൻ ചെയ്തിട്ട് HCl റിമൂവ് ചെയ്യും. ഇവിടെയും HCl റിമൂവ് ചെയ്യും. പക്ഷെ ഇവിടെ റിമൂവ് ചെയ്യാൻ HCl ഇല്ല. അപ്പോൾ ടെറിഷറി അമൈൻ റിയാക്ട് ചെയ്യാതെ കിടക്കും. ഇനി പ്രൈമറി അമൈൻ റിയാക്ട് ചെയ്തിട്ടുണ്ടാവുന്ന കോമ്പൗണ്ടിൽ ഒരു അസിഡിക് ഹൈഡ്രജന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് അതിലേക്കൊരു ബേസ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് സോളുബിൾ ആയിരിക്കും. അപ്പോൾ സോളുബിൾ ഇൻ ബേസ്.
അതേ സമയത്ത് സെക്കൻഡറി അമൈൻ എടുത്തിട്ടുള്ള ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ബേസ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് സോളുബിൾ ആവില്ല, കാരണം അതിൽ അസിഡിക് ഹൈഡ്രജന്റെ പ്രസൻസ് ഇല്ല. ടെറിഷറി അമൈൻ ഒരിക്കലും റിയാക്ഷൻ തരികയില്ല. അപ്പോൾ ഇൻസോളുബിൾ ഇൻ ബേസ്, ഇത് നോ റിയാക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 ടെസ്റ്റ് ട്യൂബ് എടുത്ത് അതിൽ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അമൈൻ എടുത്തു, അതിലേക്ക് ഹിൻസ്ബർഗ് റിയേജന്റ് ഒഴിച്ചു, റിയാക്ട് ചെയ്യാത്തത് ടെറിഷറി. ഇനി ഈ 2 നമ്മൾ ബേസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഏതിലാണോ സോളുബിൾ ആവുന്നത് ആ സോളുബിൾ ആയത് പ്രൈമറി, മറ്റത് സെക്കൻഡറി. ക്ലിയർ? ഇനി നോക്ക്, ഈ ഒരു ട്രാൻസിഷനാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് പ്രൈമറി അമൈന, ഇതിനെ എങ്ങനെ ബെൻസോയിക് ആസിഡ് ആക്കി മാറ്റും എന്നുള്ളതാണ് ചോദ്യം. അപ്പം നോക്കേ, ഈ കോമ്പൗണ്ടിനെ നമ്മൾ എടുത്തു. കോമ്പൗണ്ടിനെ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം തന്നെ NaNO2 വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അറിയോ, പ്രൈമറി അമൈൻ ബെൻസീൻ ഡയസോണിയം സോൾട്ട് ആയിട്ട് മാറും. വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ആ ഡയസോണിയം സോൾട്ട് മാറിയിട്ട് കറസ്പോണ്ടിങ് ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആൽക്കഹോളിനെ KMnO4 വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിറക്റ്റ് ആയിട്ട് എന്തായിട്ട് മാറും, കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. ഇത് നമുക്കറിയാവുന്ന റിയാക്ഷനാണ്. ദെൻ ബെൻസോയിക് ആസിഡിനെ എങ്ങനെ അനിലീനാക്കി മാറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ബെൻസോയിക് ആസിഡ് ആദ്യം എടുക്കുക, അതിലേക്ക് അമോണിയ വെച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ OHും Hഉം കമ്പൈൻ ചെയ്ത് വാട്ടർ പോയിട്ട് അമൈഡ് ഫോം ചെയ്യും. അവിടുത്തെ പിന്നെ ഈ CO ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുക, ഡീകാർബണൈലേഷൻ റിയാക്ഷൻ. അത് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ വെച്ചാൽ മതി. അത് ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് ബേസ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ CO ഗ്രൂപ്പ് ഇവിടുന്ന് പോയിട്ട് NH2 ഗ്രൂപ്പ് മാത്രമായിട്ട് മാറും. അപ്പോൾ നമുക്ക് ബെൻസോയിക് ആസിഡിനെ നമുക്ക് അനിലീനാക്കി മാറ്റാൻ പറ്റും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, നൈട്രേഷൻ ഓഫ് അനിലീൻ ലീഡ്സ് ടു ഓർത്തോപാര ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ ഓർത്തോപാര പ്രൊഡക്റ്റ് ഓൺലി. അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഓർത്തോ ഉണ്ടാവുന്നുണ്ട്, പാര ഉണ്ടാവുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ഓർത്തോ ആൻഡ് പാര മെറ്റാ പ്രൊഡക്റ്റും കൂടി അതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആ മെറ്റാ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാൻ കാരണം എന്ത് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിലീൻ ഉണ്ട്. അനിലീനെ നൈട്രേറ്റിംഗ് മിക്സർ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ കോൺസെൻട്രേറ്റ് H2SO4 ആസിഡും കോൺസെൻട്രേറ്റ് HNO3 ബേസുമായിട്ട് ആക്ട് ചെയ്യും. ദാറ്റ് മീൻസ് H+ HSO4 - OH - NO2. ഈ H+ OH- കമ്പൈൻ ചെയ്ത് വാട്ടർ ആയിട്ട് പോകും. ഈ NO2+ ഇലക്ട്രോഫൈലായിട്ട് ആക്ട് ചെയ്യും. ആ ഇൻകമിങ് ഇലക്ട്രോഫൈലിനെ NH2 ഒന്നുകിൽ അതിൻ്റെ ഓർത്തോസൈറ്റിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പാരാസൈറ്റിലേക്ക് ഡിറക്റ്റ് ചെയ്യും. ഇൻ അഡീഷൻ ടു ദിസ് വാട്ട് ഹാപ്പൻസ് മീൻസ് ഈ ആസിഡ് അനിലീനുമായിട്ട് കമ്പൈൻ ചെയ്ത് അനിലീനിയം അയോൺ ആയിട്ട് മാറും. അനിലീനിയം അയോൺ ആകുമ്പോൾ ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ വന്നു, അപ്പോൾ ഇലക്ട്രോണിസിറ്റി ഇങ്ങോട്ടേക്ക് വലിച്ചു, ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പായിട്ട് അത് ബിഹേവ് ചെയ്യും. എന്നിട്ട് അതിനെ മെറ്റാസൈറ്റിലേക്ക് ഡിറക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് മെറ്റാ നൈട്രോ അനിലീനിയം കൂടി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അനിലീനിയം അയോൺ ആക്ട് ആസ് എ മെറ്റാ ഡിറക്റ്റിംഗ് ഗ്രൂപ്പ്. ദെൻ അടുത്ത് നോക്കേ, അനിലീന് എങ്ങനെ പാരാ നൈട്രോ കോമ്പൗണ്ട് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. പാരാ നൈട്രോ അനിലീൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അനിലീനിലേക്ക് ഒരു ഇലക്ട്രോഫൈൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ ഓർത്തോസൈറ്റിലേക്കും വരും അല്ലെങ്കിൽ പാരാസൈറ്റിലേക്കും വരും. ദാറ്റ് മീൻസ് ഓർത്തോ പാരാ ഡിറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ ഓർത്തോ പ്രൊഡക്റ്റ് ഉണ്ടാവും, പാരാ പ്രൊഡക്റ്റ് ഉണ്ടാവും. നമുക്ക് ഇവിടെ വേണ്ടത് പാരാ പ്രൊഡക്റ്റ് മാത്രമാണ്. അപ്പോൾ ഓർത്തോസൈറ്റിലേക്ക് ഇലക്ട്രോഫൈൽ വരാതിരിക്കണം. ഇലക്ട്രോഫൈൽ ഓർത്തോ സൈറ്റിലേക്ക് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റെറിക് ഹിഡ്രൻസ് കൂട്ടണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് അനിലീൻ എടുത്തിട്ട് അവിടെ അസറ്റിക് അൺഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്യും ഇൻ പ്രസൻസ് ഓഫ് പിരിഡിൻ. അപ്പോൾ നമുക്ക് C6H5 NHCOCH3 എന്ന ഇവിടെ ഒരു ബിഗ് കോമ്പൗണ്ട് അറ്റാച്ച്മെൻ്റ് ആയിട്ട് വരികയും അവിടേക്ക് നമ്മൾ നൈട്രേഷൻ നടത്തുമ്പോൾ ഓർത്തോസൈറ്റിലേക്ക് ഇലക്ട്രോഫൈൽ സ്റ്റെറിക് ഹിഡ്രൻസ് കാരണം വരാതിരിക്കുകയും എവിടേക്ക് മാത്രം വരികയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും, പാരാസൈറ്റിലേക്ക് വരുന്ന അവസ്ഥ ഉണ്ടാവും. ഇനി ഇവിടുത്തെ ഈ NHCOCH3 മാറ്റി NH2 ആക്കി മാറ്റാൻ ജസ്റ്റ് ഹൈഡ്രോളിസിസ് നടത്തിയാൽ മതി. അപ്പോൾ പാരാ നൈട്രോ അനിലിൻ മാത്രം പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് നമ്മൾ ബ്ലോക്ക് ചെയ്തു, ഓർത്തോസൈറ്റ് ബ്ലോക്ക് ചെയ്ത് പാരാസൈറ്റ് മാത്രം ഓപ്പൺ ആക്കി വെച്ചു. ഇതാണ് നമ്മൾ ചെയ്ത പ്രോസസ്സ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കേ, അനിലിനെ NaNO2 at 0 to 5 degrees Celsius ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് ബെൻസീൻ ഡയസോണിയം സോൾട്ട്. ഇതിൻ്റെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ. ഇതൊരു വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്, ഈസിലി സോളുബിൾ ഇൻ വാട്ടർ ആണ്, ഹൈലി അൺസ്റ്റേബിളുമാണ്. ഹൈലി അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ബെൻസീൻ ഡയസോണിയം സോൾട്ടിനെ നമുക്ക് ഡിഫറെൻറ്റ് കോമ്പൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ HCl ഇൻ പ്രസൻസ് ഓഫ്
കുപ്രസ് ക്ലോറൈഡ് എടുക്കുകയാണെങ്കിൽ ഡയറക്ട്ലി കൺവേർട്ടഡ് ടു ക്ലോറോബെൻസിൻ. ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് സാൻമേയേഴ്സ് റിയാക്ഷൻ എന്നാണ്. ഇനി ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിന് നമ്മൾ HCl കോപ്പർ പൗഡറാണ് വെക്കുന്നതെങ്കിൽ അപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ക്ലോറോബെൻസിൻ ആണ്. ഇതിനെയാണ് നമ്മൾ ഗെറ്റർമാൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ബെൻസിൻ ഡയസോണിയം സോൾട്ടിനെ BF3 ഇൻ പ്രസൻസ് ഓഫ് HF, ദാറ്റ് മീൻസ് HBF4ന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഫ്ലൂറോബെൻസിൻ കിട്ടും. ദിസ് ഈസ് ദ വൺ ആൻഡ് ഓൺലി മെത്തേഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് അരൈൽ ഫ്ലൂറൈഡ്. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ബാൾഷിമാൻ റിയാക്ഷൻ. ഇനി നമ്മൾ ബെൻസിൻ ഡയസോണിയം ക്ലോറിനെ ജസ്റ്റ് ഹൈഡ്രലൈസ് ചെയ്യുക അല്ലെങ്കിൽ വാട്ടർ വെച്ച് ഹീറ്റ് ചെയ്യുക. ഇറ്റ് ഡയറക്ട്ലി കൺവേർട്ടഡ് ടു ഫീനോൾ. ഇതെല്ലാം പ്രീവിയസ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ശരിക്കും മനസ്സിലാക്കി വെക്കുക. വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഈസി ആയിട്ട് എക്സാമിന് പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ നോക്കിയാൽ പോലും മാർക്കാക്കി മാറ്റാൻ പറ്റിയ രൂപത്തിലാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കേ, ടെറിഷറി, സെക്കൻഡറി, പ്രൈമറി അമൈൻസ് ഉണ്ട്. ഇതിൽ ടെറിഷറി അമൈൻ ആണ് ഏറ്റവും കൂടുതൽ ബേസിസിറ്റി കാണിക്കുക ഇൻ ഗേഷ്യസ് ഫേസ്. ഈ CH3 ഗ്രൂപ്പ് +I എഫക്റ്റ് കാണിക്കുന്നത് കാരണം ഇലക്ട്രോൺ ഡെൻസിറ്റിയെ നൈട്രജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നൈട്രജനിലുള്ള ലോൺ പെയർ ഈസിലി ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന സ്പീഷീസാണ് ബേസിക് സ്പീഷീസ് എന്ന് പറഞ്ഞത്. എന്നാൽ അക്വസ് മീഡിയത്തിലേക്ക് എത്തുമ്പോഴേക്കും ഇതിന് ചെറിയൊരു പ്രശ്നം സംഭവിക്കും. അത് ഓർഡർ ചെറുതായിട്ടൊന്ന് മാറും. സെക്കൻഡറി ആവും ഏറ്റവും കൂടുതൽ ബേസിക് ക്യാരക്ടർ കാണിക്കുന്നത്, കാരണം അവിടെ ഹൈഡ്രേഷൻ എനർജി വർക്ക് ചെയ്യും. പിന്നെ പ്രൈമറിയാണ് വരിക. അത് കഴിഞ്ഞാൽ പിന്നെ ടെറിഷറി വരും. അതിനുശേഷമാണ് അമോണിയ വരുന്നത്. ക്ലിയർ?